നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഒരാളൊറ്റയ്ക്ക് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പക്ഷേ നീ മാത്രം മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യോ? അമ്മ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധയോടെ കേൾക്കണം. നോ എന്ന് പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചാൽ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. ഈ കല്യാണം കഴിക്കാൻ വേണ്ടി അമ്മ പറയുന്ന എന്ത് ത്യാഗം സഹിക്കാൻ വേണേലും ഞാൻ തയ്യാറാ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അമ്മേ, ഇതൊക്കെ വർക്കൗട്ട് ആവോ? ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്ത ഗിരി പാട്ടും പാടി നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കും. ഇതല്ല ഇതിനപ്പുറമുള്ള വലിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ പറഞ്ഞാ മതി. ശരി മോളെ, എനിക്ക് നിന്നെ എന്റെ മരുമോളായി ഈ വീട്ടിൽ കിട്ടണം. അതിനുവേണ്ടിയാ അമ്മ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. എന്തായാലും ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഗിരി, നീ നോക്കിക്കോ. നീ എത്ര എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തി കാണിക്കും. എന്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ? അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതിന്റെ പേരിൽ എന്റെ തീരുമാനം മാറാനും പോകുന്നില്ല സുമി. എന്റെ അമ്മയുടെ അവസ്ഥയും ആദ്യം ഒരുപക്ഷെ ഗിരിയുടെ അമ്മയ്ക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്ത് മുഖം കൊണ്ടാ ചെന്ന് നിൽക്കേണ്ടത്? അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നന്ദുവിനെ ഓർത്ത് ഒരുകുന്ന മനസ്സോടെയുള്ള എന്റെ അമ്മയുടെ കിടപ്പേ ഞാൻ എങ്ങനെയാ കണ്ടു നിൽക്കേണ്ടത്? ഗിരി എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുമി, ഞാൻ മനസ്സിലാക്കാത്തതല്ല. വീട്ടുകാരുടെ മുമ്പിൽ സുമി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമിയുടെ വീട്ടുകാരുടെ വേദനയും എനിക്കറിയാം. എന്റെ മുന്നിൽ ഇപ്പോഴുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ്. എന്റെ അച്ഛനെ അമ്മയും ദ്രോഹിച്ചവരോട് അറിഞ്ഞുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സുമി. അത് മനസ്സിലാക്കാത്തത് സുമിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത്ര നല്ല രാശിയല്ല സത്യമേ കാണുന്നത്. ധനനഷ്ടം, മാനഹാനി, അപകീർത്തി, മനക്ലേശം എന്നിവയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. എന്താ തിരുമേനി അതിന് പരിഹാരം? പരിഹാരം എന്താണെന്ന് ആരായുന്നതിന് മുമ്പേ നിമിത്തം എന്താണെന്ന് അറിയണം സത്യമേ. എന്നാൽ പരിഹാരം എളുപ്പമാവും. നിമിത്തം എന്താണ്? പൂജകളും ഹോമങ്ങളും ഒക്കെ തന്നെ. എല്ലാം മുടങ്ങാതെ നടത്തുന്നുണ്ട് തിരുമേനി. പക്ഷേ ദൈവാധീനം കാണുന്നില്ലല്ലോ സത്യാമേ. അതെന്താ തിരുമേനി? ശാപങ്ങളും കണ്ണീരും ഒരുപാടുണ്ട് ആ വീടിനുമേൽ. ഒരു വിളക്ക് കത്തിച്ചിട്ട് ഇരുമ്പുമറ ഇടുന്നത് പോലെയാണ് സത്യാമ്മ ചെയ്യുന്ന ഹോമങ്ങളും പൂജകളും.
ഇക്കണക്കിന് പോയാൽ വൈകാതെ ചവിട്ടി നിൽക്കുന്ന മണ്ണുകൂടി സത്യാമ്മയ്ക്ക് നഷ്ടമാകും. വാസസ്ഥലം ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരും. അവിടെയും സമാധാനം കിട്ടില്ല. ശിഷ്ടജീവിതം കഷ്ടമാകും. പൂജകളും ഹോമങ്ങളും ഒന്നും ഫലം കാണാത്തതിന് കാരണം എന്താണെന്ന് തിരുമേനി പറഞ്ഞ? തുറന്നു പറഞ്ഞാൽ കണ്ണീരുണങ്ങിപ്പിടിച്ച പണം കാണിക്കയിട്ടാൽ ദൈവപ്രസാദം ഉണ്ടാകില്ല സത്യാമ്മേ. ശാപവും കണ്ണീരുമൊക്കെ ഏതൊക്കെയെന്നും എന്തൊക്കെയെന്നും എനിക്ക് പറയാനാവില്ല. അത് സത്യാമ്മ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. എന്നെ കൊണ്ടുപോലെന്ന് പറ മോളെ. മകനെ കാണാതെ അലഞ്ഞോണ്ട് തന്നെയാവും നിങ്ങളുടെ ചാവ്. ഒരു കൈക്കുഞ്ഞിനെ ആ വീടിന്റെ പടിയിറക്കി തെരുവിലേക്ക് വിട്ടിട്ടുണ്ടല്ലേ? ആ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പിറന്നതും സത്യാമ്മയുടെ അമ്മയുടെ പേരിട്ടതും യാദൃച്ഛികമല്ല സത്യാമ്മ. ശ്രീപാർവതി എന്ന പേര് മാത്രമേ അവൾക്കിണങ്ങൂ. സത്യാമ്മയുടെ അമ്മയുടെ ആത്മാംശം അവളിലുണ്ട്. അവളെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ സത്യാമ്മ സ്വന്തം അമ്മയെ അരമനയിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലെയായി. അന്നം കഴിക്കാൻ പ്രായമെത്താത്ത പ്രായത്തിൽ പടിയിറക്കപ്പെട്ട കുഞ്ഞ് ഒരു രാത്രി ഒരു തുള്ളി പാലിനായി കരഞ്ഞ് നിലവിളിച്ച് ഒരമ്പലത്തിൽ കഴിയേണ്ടി വന്നു. മറ്റെല്ലാ ശാപങ്ങളും കണ്ണീരും ദൈവം മറന്നാലും ഇത് പൊറുക്കില്ല സത്യാമ്മ. തിരുമേനി, ഇതിന് പരിഹാരമായൊന്നുമില്ലേ? പരിഹാരം ഒന്നേ ഉള്ളൂ. തെരുവിലേക്ക് ഇറക്കിവിട്ട കുഞ്ഞിനെ തിരികെ ആനയിച്ച് മനസാ വാചാ മാപ്പു പറഞ്ഞ് അന്നം കൊടുക്കണം. കുട്ടിയുടെ ചോറൂൺ ചടങ്ങ് നടന്നിട്ടില്ലല്ലോ? ഓ ഇല്ല തിരുമേനി. പക്ഷേ കടലുപോലെ കറുത്ത കാലമാണ് സത്യാമ്മയെ മുന്നിൽ. അതിനെ മറികടക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു പോംവഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിപ്പോ ഏതാ വകുപ്പ്? സർക്കാരിന്റെ പദ്ധതിയൊന്നും അല്ല കുറുപ്പ് സാറേ. പിന്നെ അനന്തരാവകാശികളിൽ ഒരാൾ പറഞ്ഞിട്ട് തന്നെയാ. ദേ ആ നിൽക്കുന്ന കൊച്ച്. ശാരി, അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ഇവര് വന്നേ. മോളെ എന്തിനു മോളെ? എനിക്ക് എന്റെ വീതം വേണോ അമ്മേ? നാട്ടു നടപ്പല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എല്ലാം അളന്ന് തിരിച്ച് കൈമാറുന്നതാ അതിന്റെ ഒരു മര്യാദ. എന്റെ നല്ല പ്രായമായത്. ഈ പ്രായത്തിൽ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. മൂക്കില് പല്ല് വരുന്ന കാലത്ത് കുറച്ച് ഭൂമി കിട്ടിയിട്ട് തെക്കേ മുറ്റത്തെ മാവ് വെട്ടിയിട്ട് ചിതയൊരുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അമ്മ എതിരെ ഇതെല്ലാം അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? അമ്മേ, ശാരദാമ്മേ, അമ്മേ, അമ്മേ, എന്താ അമ്മേ? ശാരദാമ്മേ, അമ്മേ, ശാന്തി കുറച്ച് വെള്ളം എടുക്ക്. അമ്മേ, അമ്മേ വാ. ശാരദാമ്മേ, 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 അയ്യോ, ശാരദാമ്മേ, ശാരദാമ്മേ,
ശാരദാമ്മേ ഇത് കുടിക്കുക. മതിയോ? ഹോസ്പിറ്റലിലോ മറ്റോ പോണോ ശാരദാമ്മേ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നെഞ്ചുവേദന വല്ലതും? ഇല്ല, ചെറിയൊരു തളർച്ച പോലെ, അത്രേ ഉള്ളൂ. നിനക്ക് എന്തിന്റെ വീതാടി വേണ്ടേ? പറയടി. തരാടി നിനക്ക്. ഇത് വേണം. അമ്മ ഇവൾക്ക് എന്ത് വീതം കൊടുക്കാനുള്ളത്? 19 വർഷം മുമ്പ് അമ്മ ഒരു ചാണകം മെഴുകി ഓലപ്പുരയിലേക്ക് കേറി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പല്ലിയുടെയും പാറ്റയുടെയും പഴുതാറിന്റെയും വീതോ? അതോ അമ്മയൊടുക്കിയ കണ്ണീരിന്റെ വിയർപ്പിന്റെ പങ്കോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ നല്ലത് തന്നെ. ഇങ്ങനൊരു ബന്ധം അവർക്കിടയിലുണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം. ആദരയ്ക്ക് അർച്ചനയെ പോലെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നെങ്കിൽ അതായിക്കോട്ടെ. പിന്നെ വാശി പിടിക്കുമ്പോ മകൾക്കും അനിയത്തിക്കും വേണ്ടി എത്ര സമ്പാദ്യം കൂടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാ. കയ്യിലൊരു കീരവിത്തുമില്ല. വാശി തല പൊക്കുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. കടം വന്ന് മൂക്കിന്റെ തുമ്പത്ത് തന്നെ നിൽക്കുക. അവളായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുവന്നപ്പോ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുത്ത് പടിയിറക്കി വിടുന്നതിന് പകരം പടിയടിച്ച് പിണ്ടം വെക്കാൻ പോവാന്ന്. ചിലപ്പോ സന്ദീപ് വഴിയാവും ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. എന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ നീ വരണ്ട. നീ പറഞ്ഞത് ശരിയാ. സമ്പാദ്യമൊന്നും ഇവിടെ ഇല്ല. കാലി പോക്കറ്റാ എന്റെ. ഞാനൊരു ഗതിയില്ലാത്തവനായി പോയി. ഞാനേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എന്റെ കുടുംബം പട്ടിണിയായി പോകാതിരിക്കാനാ. അങ്ങനെ മാനാഭിമാനം പണയം വെച്ച് ഞാൻ കൊണ്ടുവരുമ്പോ ഇത് എവിടെ നിന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തിന്? സ്വന്തം ഭാര്യയായി നീ ചോദിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? പരാതി പറയാനും കുറ്റപ്പെടുത്താനും അല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഇന്നാള് പറയുന്നത് കേട്ടു, എനിക്ക് വാശിയാണ്. അതെ, വാശിയാ. എന്റെ കുടുംബം പട്ടിണിയാകാതിരിക്കാനുള്ള വാശി, എല്ലാവരും സന്തോഷത്തോടെ കഴിയണം എന്നുള്ള വാശി. ആ വാശി ഒന്നുകൊണ്ട് മാത്രമാ ഞാൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നത്. എന്റെ ജീവിക്കുന്നതിനേക്കാൾ അന്തസ് ആത്മഹത്യയാണെന്ന് തോന്നിയപ്പോഴൊക്കെ ചത്തുകളയണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴൊക്കെ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് നിങ്ങളുടെയൊക്കെ ഈ മുഖ. ഇങ്ങനെ ഒരു ഗതിയില്ലാത്തവന്റെ കൂടെ നീ ഇനി ജീവിക്കണമെന്നില്ല. ഈ ദാരിദ്ര്യത്തിന്റെ ഇടയില് നീ കഷ്ടപ്പെട്ട് നിൽക്കണമെന്നുമില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിലാവാം. ഇവിടെ ആരും നിന്നെ തടയില്ല. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം. അമ്മേ, അച്ഛാ, അവിടെയും ആതിരാന്റിയെ പൂട്ടിയിട്ടിരിക്കുന്നേ. ആതിരാന്റി കരയാണല്ലോ. ഞാൻ ജനലിലൂടെ കണ്ടു. സമാധാനം ഇല്ല മോളെ ഇവിടെ. നീ വാ. ഇവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. വൃന്ദാവനെന്ന പേര് മാറ്റി കലഹം ഇടുന്നതാവും നല്ലത്. ആതിരയുടെ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയില്ല. ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും. അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അനുബേട്ട, അവൾ ഇനിയും തല്ലിയിട്ടോ വഴക്കോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ ആദ്യം
സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ. ഇനി നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ലെങ്കിലോ, അതുവരെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ഷമിക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, ആരും അറിയാൻ ചെയ്യരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, 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 മോട്ടർ ഇട്. അമ്മേ, അമ്മേ, മോട്ടർ ഒന്ന് ഇട്. അമ്മേ, 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 ഇത് എവിടെയാ? അമ്മേ, ഞാനും മാളുവും കൂടി ഹിൽ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ മഹിയേട്ടനായി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ, എന്നാ ആ സർപ്രൈസ് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മേ, വാതിൽ തുറക്ക്. ഇതാരെ പൂട്ടിയെ? അമ്മേ, വാതിൽ തുറക്ക്, തുറക്ക്. ആ മാളൂട്ടി പോ, റെഡിയായോ? മാളൂട്ടിയുടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കൂടെ പിക്നിക്ക് പോയി അടിച്ചു പൊളിക്കണം കേട്ടോ. പോയിട്ട് വരുമ്പോ മാളൂട്ടി ഗംഗയ്ക്ക് എന്ത് കൊണ്ടുവരും? എന്താ മോളെ, എന്തെല്ലാം പ്രശ്നമുണ്ടോ? എന്റെ ഒരു സാധനം ഇടുക്കി വീണു, അതെടുത്തു തരുമോ? എന്ത് സാധന? ഒരു വിസിലാ, അത് കാണുന്നില്ല, ഒന്ന് നോക്കിയേ. ഒരു വിസിലല്ലേ? ഇതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കാണും. ഞാൻ എടുത്തുതരാം. പെട്ടെന്ന് എടുത്ത് താ. എടുത്തുതരാം. ഇത് കൊള്ളാലോ, ഒരാൾക്ക് ഇതിനകത്ത് സുഖമായിട്ട് കിടക്കാം. വിസില് കിട്ടിയോ? ഇല്ല, നോക്കുക. കുറച്ചും കൂടി അകത്തോട്ടാ വീണത്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീരാമന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചത്? അല്ല, ആ മനസ്സ് അന്നേരം ഒരുപാട് പിടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്യാതെ ശ്രീരാമന് നിവൃത്തിയില്ലായിരുന്നു. സീത കൂടെ ഇല്ലാഞ്ഞിട്ടും രാമൻ രാജ്യവും കുടുംബവും പരിപാലിച്ചു.
അത് കർത്തവ്യമാണ്. സീതയുടെ രാമനുള്ളത് സ്നേഹവും. രണ്ടുപേർ തമ്മിലുള്ള പ്രണയം കേവലം സ്വാർത്ഥതയിൽ കവിഞ്ഞ് ഒന്നുമല്ല സഞ്ജു. രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതുപോലെ സഞ്ജുവിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഈ പിടിവാശിയിൽ നിന്നും പിന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ബിസിനസിന് വേണ്ടിയും ജീവിക്കണം. ഈ കുടുംബത്തിൽ ഇളം തലമുറകൾ ഉണ്ടാവണം. ശ്രീകുട്ടിയോടുള്ള സഞ്ജുവിന്റെ സ്വാർത്ഥതയെ മംഗലശ്ശേരി കുടുംബം അസ്തമിച്ചു പോകാൻ പാടില്ല. അതിന് ഞാൻ കാരണക്കാരിയാവരുത്. ശ്രീരാമന്റെ നിയോഗം തന്നെയാ ഇപ്പൊ സഞ്ജുവിനുള്ളത്. കഴിഞ്ഞോ? ഇനി ഞാൻ പറയുന്നത് കേൾക്ക. സീതയെ ഉപേക്ഷിച്ച് രാമൻ വേറൊരു പെണ്ണിനെ സ്വീകരിച്ചോ? അവൾക്കൊപ്പം ജീവിച്ചോ? ഭൂമി പിളർന്ന് സീത ആഴങ്ങളിലേക്ക് പോയപ്പോ രാമൻ എന്ത് ചെയ്തു? രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. സ്വാതിയില്ലെങ്കിൽ സഞ്ജുവിനും ആ വഴിയേ ഉള്ളൂ. അച്ഛൻ ഇനി ചേച്ചിയോടൊന്നും പറയരുതെന്ന് പറ. വേർപിരിഞ്ഞ് അവർക്ക് ജീവിക്കാനാവില്ല. സ്വാതി, ഏത് കാട്ടില നിന്നെ ഞാൻ ഉപേക്ഷിക്കേണ്ടത്? പറ. എന്നിട്ട് ഏത് സരയുവിലും ഞാൻ എന്റെ ഈ പാഴ്ജന്മം ഒഴുക്കാം. സഞ്ജു, നീ എന്നെ വിട്ടു പോവോ? അതിന് കഴിയൂ മോളെ നിനക്ക്? സഞ്ജുന്റെ ജീവശ്വാസമല്ലേ സ്വാതി? സഞ്ജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മി ക്ഷമിച്ചു. ദേ, എന്റെ മോള് സങ്കടപ്പെടാതിരുന്നാ മതി. മമ്മി എന്നോടൊന്നും ചോദിച്ചില്ല. മമ്മിയോട് ഒരു വാക്ക് പോലും പറയാതെ മോള് പോയെങ്കിലും ഇപ്പൊ മമ്മിയെ ഓർക്കുന്ന മോള് അപ്പ അതൊന്നും ഓർത്തില്ലല്ലോ. കരയരുത്. കരഞ്ഞു തീർക്കാനുള്ളതല്ല പെണ്ണിന്റെ ജീവിതം. എന്റെ മമ്മി തന്നെ നിനക്കൊരു ജീവിത പാഠമല്ലേ മോളെ? മമ്മി ആദ്യമായി ദക്ഷ എന്ന് വിളിച്ചത് നിന്റെ ഡാഡിയുടെ അമ്മയാ. സ്വന്തം അമ്മയുടെ പേരാ നിന്റെ ഗ്രാൻഡ്മ എനിക്കിട്ടത്. ആ പേരിനൊരു ബലമുണ്ടായിരുന്നു. ഗൗരി നന്ദന എന്ന ദുർബലയായ പെണ്ണിന് ചിറക് മുളച്ചത് അവിടെ നിന്ന. മോളിപ്പ കാണിച്ച അവിവേകം നിനക്കൊരു പാഠമാവണം. വാ, അകത്തേക്ക് പോവാം. വാ. ഇരിക്ക. മമ്മി എന്നെ ഒന്ന്
ശ്വാസിക്ക്. ദേ, മമ്മി നിന്നെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യില്ല. നിന്റെ മനസ്സ് ഇപ്പൊ ശാന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വേദന സഹിക്കാൻ കഴിയാതെ ചെയ്തു പോയതാ മമ്മി. ഇതിലൂടെ ജീവൻ ഒഴുക്കി കളയുകയാണോ അതിനുള്ള പ്രതിവിധി? ഒരു ജീവന്റെ തുടിപ്പായി മമ്മിയുടെ വയറ്റിൽ നീ വന്നു പിറന്നതു മുതൽ ഇപ്പോ എന്റെ മുന്നിൽ ഒരു പെണ്ണായി ഇരിക്കുന്നത് വരെയുള്ള ജീവിതയാത്രയെ പറ്റി എപ്പോഴെങ്കിലും മോള് ചിന്തിച്ചിട്ടുണ്ടോ? തളർന്നു കിടക്കുന്ന നിന്റെ ഡാഡി ഓർത്തു മോളെ? ഒരു നഷ്ടബോധത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല മോളെ ജീവിതം. നിനക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. സ്വന്തം ആഗ്രഹം സഫലമാക്കാൻ മാത്രമല്ല ഒരു മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ അർപ്പിച്ച പ്രതീക്ഷകൾ വെറുതെയായി പോകാനുള്ളതാണോ? നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിന്നെ ആരാ ഒരു അനന്തരാവകാശി? ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരെയൊക്കെ ആര് സംരക്ഷിക്കും? എനിക്ക് പറ്റിയത് തെറ്റ് തന്നെയാ മമ്മി. സഞ്ജു എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്കെല്ലാം ഇരുട്ടായി തോന്നി. സ്വാതി പറഞ്ഞതാ സഞ്ജുവിനോട് എന്നെ വിവാഹം കഴിക്കാൻ. ഒരു വാശി പോലെ കാലുകൾ മുറിച്ചു മാറ്റാൻ പോകുന്നവളെ മതിയെന്ന് സഞ്ജു പറഞ്ഞപ്പോ പിന്നെ അവനിൽ എനിക്ക് എന്ത് പ്രതീക്ഷയാ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിനെ അപകടപ്പെടുത്താൻ നോക്കിയത് ജതിനായിരുന്നു എന്ന് ജതിൻ തന്നെ സമ്മതിച്ചല്ലോ. കുറച്ചൊക്കെ എനിക്കും അറിയായിരുന്നു ആന്റി. പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഏട്ടനല്ലേ ഇത്? അയ്യോ മോളെ, സാരമില്ല. നിന്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ? അതിൽ ആശ്വസിക്ക്. പാർവതി, എനിക്ക് നിന്നോടൊരു അസൂയ ഉണ്ടായിരുന്നു. നിന്നെ സ്നേഹിക്കുന്ന പോലെ വിശാൽ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിന് കാരണക്കാരൻ എന്റെ ഏട്ടനാ. ഏട്ടൻ പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് ശത്രുത കാണിച്ചത്. സത്യത്തിൽ എനിക്ക് നിന്നോട് ഒരു ശത്രുതയുമില്ല. ഞാൻ ഒരിക്കലും ഒരു ശത്രുവായിട്ട് നിന്നെ കണ്ടിട്ടില്ല. മതി, എല്ലാ സത്യവും എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ കുട്ടിയെ കൊല്ലാൻ നോക്കിയ ഇവന് സാറ് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. വിലങ്ങിക്കൂ സർ. ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ കഥകൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും വരും. നടക്കടാ. ഇങ്ങനൊരു ചതി ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴറിഞ്ഞത്. വിശാലിനെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടനും അനിയത്തിയും കൂടി കളിച്ച നാടകം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്നേഹമുള്ള ആളാ ജതിൻ.
അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയില്ലേ? രണ്ടിലൊരാള് ബാക്കിയുണ്ടായാ മതിയടി. ഉദ്ദേശിച്ച കാര്യം നടത്തിയിരിക്കും ഞാൻ. ഉദ്ദേശിച്ച കാര്യം നടത്തിയിരിക്കുന്നു പറഞ്ഞ വിശാൽ സാറിനെ കൊന്നിട്ട് വിശാൽ സാറിന്റെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാന്ന് അല്ലേ? അതിന് നീ ശ്രമിച്ച ഇനി ജയിലിൽ പോകുന്നത് ഞാനായിരിക്കും. നിന്നെ കൊന്ന കുറ്റത്തിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിന്റെ സ്വത്തും പണവും അത് സ്വന്തമാക്കണം. അത് കഥ എഴുതിയവർക്കാണോ അതോ അഭിനേതാക്കൾക്കാണോ എന്ന് വ്യക്തമല്ല. ജാസ്മിൻ വിശാലിനെ വിവാഹം കഴിക്കണം എന്നുള്ള കടുംപിടുത്തത്തിന് പിന്നിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കെട്ടാൻ പോകുന്ന ചെക്കന്റെ വീട്ടില് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ഒന്ന് താമസിക്കോ? അങ്ങനെ നോക്കുമ്പോ അവളും അവക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തവരും ഈ കുടുംബത്തിന്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ചെറിയമ്മ പറഞ്ഞത് വളരെ ശരിയാ. വിശാൽ സാറ് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയതോടെയാ എല്ലാ സംഭവങ്ങളുടെയും തുടക്കം. അമ്മയും പ്രതാപൻ സാറും എനിക്കെതിരെ തിരിയാനുള്ള കാരണവും ഈ സ്വത്ത് വകകൾ എന്റെ പേരിൽ എഴുതിയതുകൊണ്ട് മാത്രം. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും ഇതൊക്കെ തന്നെയാ. വിശാല് നിന്നെ വിവാഹം കഴിച്ചപ്പോ തുടങ്ങിയതല്ല ഈ നീക്കങ്ങൾ. അതിനു മുമ്പേ ഗായത്രി ചേച്ചി മരിക്കുന്നതിനു മുമ്പേ അവർ ഈ നീക്കങ്ങൾ തുടങ്ങിയതാ. ഗായത്രി ചേച്ചിയുടെ ഡ്രൈവറായിരുന്നു ഈ പ്രതാപൻ. പ്രഭാവതി ഗോപിയേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഗോപിയേട്ടന്റെയും ഗായത്രി ചേച്ചിയുടെയും വിശ്വസ്തനായിരുന്ന ശേഖരൻ എന്ന ആളുടെ ഭാര്യയായിരുന്നു പ്രഭാവതി. അയാളുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞ് രഹസ്യമായി നമ്മുടെ കമ്പനിയിൽ കയറിക്കൂടിയ പ്രഭാവതി ഗായത്രി ചേച്ചിയുടെ മരണശേഷം ഗോപിയേട്ടനെ മയക്കി അദ്ദേഹത്തിന്റെ ഭാര്യയായി. അവള് ശേഖരനെ ഒഴിവാക്കി നമ്മുടെ കമ്പനിയിൽ കാല് കുത്തിയ നിമിഷം മുതൽ ഈ കുടുംബത്തിന്റെ ശനിദശ തുടങ്ങി. സത്യം പറഞ്ഞ ജതിനെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നേ, പ്രഭാവതിയെയാ. ഇതെല്ലാം അവളുടെ വക്രബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾ തന്നെയാ. ഇനി അവളുടെ ലക്ഷ്യം മുഴുവൻ ആ മാജിക് ബോക്സിന്റെ കാര്യത്തിലാവും. ആ പഴയ മ്യൂസിക് കേട്ടുകൊണ്ട് നിന്ന ചെറിയമ്മയുടെ മുന്നിൽ അമ്മ എത്തി അത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ ചെറിയമ്മ ഉറപ്പിച്ചോ ആ പെട്ടി ചെറിയമ്മയുടെ കയ്യിലുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയും അത് അവിടെ നിന്ന് എടുക്കാൻ അമ്മ ശ്രമിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടി വരും. ഇല്ല മോളെ, നീ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അവള് കയറിയിറങ്ങാൻ മടിക്കുന്ന ഒരു മുറിയേ ഉള്ളൂ. അതെന്റെ മുറിയാ. അതിനൊരു കാരണമുണ്ട്. അതെന്താന്നറിയോ പാർവതിക്ക്? ഇല്ല, അതിന്റെ പുറകിലും കഥയുണ്ടോ? കഥയൊന്നുമല്ല, ഒരു നിസ്സാര കാരണം. പ്രഭാവതി ഈ കുടുംബത്തിലേക്ക് വരുമ്പോ വിശാല് വളരെ ചെറുതാ. അവന്റെ കാര്യങ്ങളെല്ലാം ഗായത്രി ചേച്ചി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാ അവനെ നോക്കിക്കൊണ്ടിരുന്നേ. അവന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ എന്റെ മുറിയിലേക്ക് പ്രഭാവതി പലപ്പോഴും വരുമായിരുന്നു. അതൊന്നും വിശാലിന് ഇഷ്ടമല്ലായിരുന്നു. എന്റെ മുറിയിൽ അവനെ കാണാൻ വരരുതെന്ന് അവൻ അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്നു മുതല് അവരെന്റെ മുറിയിൽ കയറാറില്ല. പിന്നീട് വിശാലിനെ എങ്ങനെ അവളുടെ പക്ഷത്താക്കിയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ചെറിയമ്മ ആ പെട്ടി നഷ്ടപ്പെടാതെ നോക്കണം. അതിനുള്ളിലുള്ള രഹസ്യം പുറത്താവുന്നതോടെ പലരുടെയും മൂടുപടം അഴിഞ്ഞു വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയും അച്ഛനും മറ്റുള്ളവരും അറിയുന്നത് എനിക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്.
ശ്യാമ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു. ശ്യാമ സന്തോഷിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമയായിരിക്കും. ശ്യാമ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കട്ടെ. ഞാൻ അവൾക്കൊരു തടസ്സമാകുന്നില്ല. എന്നെ ആരും അന്വേഷിക്കണ്ട. ഞാൻ പോകുന്നു. ഇനി ഞാൻ തിരിച്ചു വരില്ല. എന്താ ആനന്ദേട്ടാ ഇത്? എന്ത് പറ്റി മോളെ? മോള് വിഷമിക്കണ്ട. മോള് വിഷമിക്കണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത കാര്യങ്ങൾ നോക്കാം. അമൃതടുത്ത് എന്തൊക്കെയാ പറയുന്നത്? അമൃതടുത്ത് എവിടെയാ? എനിക്ക് അമൃതടുത്ത് കാണണം. കണ്ടുപിടിക്കാം. കണ്ടോ ഇവളുടെ അടവ് കണ്ടോ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തത് പോലുള്ള അഭിനയം കണ്ടോ? ഈ നിമിഷം ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. നിർത്ത്. അരുണേട്ടാ, ഇനി ശ്യാമയ്ക്കെതിരെ അരുണേട്ടന്റെ ഭാര്യ ഒരക്ഷരം മിണ്ടിയ എന്റെ സ്വഭാവം മാറും. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശ്യാമ അത് സഹിച്ചോളൂന്നറിയാം. ശ്യാമ സഹിച്ചേക്കും, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്യാമ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അമൃതയെടുത്ത് കള്ളം എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്നൊക്കെ അമൃതയെടുത്തോട് ചെന്ന് ചോദിക്കണം. ശ്യാമ കാരണം ഇറങ്ങിപ്പോയെന്ന്. ശ്യാമ അമൃതയെടുത്തോട് എന്ത് ചെയ്തു? ശ്യാമ അമൃതയെടുത്തോടല്ല, അമൃതയെടുത്തി ശ്യാമയോടാ ദ്രോഹം ചെയ്തിരിക്കുന്ന. വാലും തുമ്പുമില്ലാതെ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. ഒന്നുകിൽ ശ്യാമ എന്താണ് ചെയ്തതെന്ന് പറയണം. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ശ്യാമയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോന്ന്. ഇനി ശ്യാമയെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല. വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടല്ല എന്റെ ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഈ കല്യാണത്തിന് ക്ഷണിച്ചവരെയൊക്കെ വിളിച്ച് അറിയിക്കാം കല്യാണം മുടങ്ങിയെന്ന്. അവരെ എന്തിനാ മെനക്കെടുത്തുന്നത്? ഏട്ടാ, 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 എന്താ ഏട്ടാ ഇത്? കരയല്ലേ ഏട്ടാ? ഏട്ടാ ഞാനില്ലേ ഏട്ടാ? നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തിയെ. ഏട്ടാ എണീക്ക്, കരയല്ലേ, എണീക്ക്. ഏട്ടാ ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്ന് കരയല്ലേ ഏട്ടാ? ഏട്ടന് ഞാനില്ലേ? നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തി. ഏട്ടാ സമാധാനത്തോടെ ഇരിക്കേ, കരയല്ലേ. നമുക്ക് എടുത്തി കണ്ടുപിടിക്കാം. വാ. ഇത് എത്ര നേരം വേടാ? ഇവിടെ കാണുന്നുമില്ലല്ലോ. ഇപ്പൊ വരുവച്ചാ. ജയന്തി, എടി ജയന്തി. ദേ വരുന്നു. ഞാനൊരു കാര്യം ആദ്യമേ പറയാം. എന്നെ അവരെല്ലാരും കൂടി നിർബന്ധിച്ച ഞാൻ കുറച്ചു ദിവസം അവിടെ നിൽക്കും. അയ്യോ അത് വേണ്ട മോളെ, അതൊന്നും ശരിയാവത്തില്ല. അന്നൊരു പ്രാവശ്യം നിന്നു എന്ന് പറഞ്ഞ് ഇനി നിൽക്കുമെന്ന് വെച്ചാലേ വലിയ കുഴപ്പമാ.
വാ പോവാം, ഒന്നാമത് ലേറ്റായി. ആ, അവിടുത്തെ ഐശ്വര്യാണല്ലോ, നമ്മളെ കാണാത്തോണ്ട് വിളിക്കുമായിരിക്കും. ഹലോ, ഇത് ശ്യാമയുടെ അച്ഛൻ വാസുദേവൻ അദ്ദേഹം അല്ലേ? അതേ മോളെ, വാസുദേവനാ. ഞങ്ങളിതേ ഇറങ്ങുവാ, സമയത്തിന് മുമ്പ് അങ്ങെത്തും. അയ്യോ, ഇറങ്ങണ്ടെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഇങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് വരണ്ടോ? കല്യാണവും ശാന്തി മുഹൂർത്തമൊക്കെ ഉദാഗവ. ഇവിടെ ഒരാളെ കാണാനില്ല. എല്ലാരും കാണാതായ ആളുടെ പുറകെ പോയിരിക്ക. കല്യാണം മാറ്റിവെച്ചു. കല്യാണം മാറ്റിവെച്ചോ? അതെ, മാറ്റിവെച്ചു. ശ്യാമയുടെ അച്ഛ, ശ്യാമയ്ക്ക് നേരാവണ്ണം ഒരു കല്യാണം വിധിച്ചിട്ടില്ല. അവളെ ഇവിടുന്ന് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ച് അവിടെ കഴിയാൻ പറ. കമ്പനിയുടെ തലപ്പത്തേക്ക് മത്സരിച്ചപ്പോഴേ അവളുടെ കഷ്ടകാലം തുടങ്ങി. ഏറ്റവും അടുത്ത കൂട്ടുകാരി അമൃത ഏറ്റവും വലിയ ശത്രുവായി. ആ, എന്തായാലും കല്യാണം മാറ്റിവെച്ചു. വണ്ടിക്കൂലിയും വള്ളക്കൂലിയും ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഹലോ, അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. കല്യാണം മാറ്റിവെച്ചെന്ന്. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അല്പൻ ഐശ്വര്യം വന്നാലേ അർദ്ധരാത്രി കൊട പിടിക്കൂന്ന്. ശ്യാമേന്ന അല്പത്തേക്ക് ഐശ്വര്യം വന്നു, അവൾ അഹങ്കാരവും കാണിച്ചു. അതിന് കിട്ടിയ അടിയാ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുമിച്ച് നട്ടു നനച്ച ആ ആൽമരത്തണലിൽ 1-2 നിമിഷം നിൽക്കാനൊരാഗ്രഹം. ഞങ്ങളുടെ പേരെഴുതിയ ആ പാറയ്ക്ക് താഴെ നിന്ന് ആ പേരുകള് വായിക്കാനൊരു സന്തോഷം. കൃഷ്ണൻ, രാധ, രാധ, കൃഷ്ണൻ. ഇല്ല, ഒന്നും മാഞ്ഞു മറിഞ്ഞു പോയിട്ടില്ല. നെഞ്ചിൽ കൊത്തിയതുപോലെ ആ പേരുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. അന്ന് ആദ്യമായി അവളെ ഈ കാഴ്ച കാണിച്ച ഓർമ്മകളും. എന്റെ മുഖത്തല്ല, ദാ അവിടെ പാറപ്പുറത്ത്. എന്താണെന്നറിയില്ല, മനസ്സിലെവിടെയോ ഒരു പ്രതീക്ഷ. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പേരുകൾ വായിച്ചതുപോലെ ഇന്ന് ഈ നിമിഷം അവൾ എന്റെ അരികിലെത്തുമെന്ന്. ഈ തോളിൽ ചാഞ്ഞു നിന്ന് ഒരു നിമിഷം സന്തോഷിക്കുമെന്ന്. ഒരുപക്ഷെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ പോയി നോക്കാം. ഒരുപക്ഷെ അവളെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ. പ്രതീക്ഷിക്കുന്നയാളെ കാണുന്നില്ലല്ലോ ഇവിടെയെങ്ങും. ഒരുപക്ഷെ എന്നെയും കാത്ത് പേരെഴുതിയ പാറയ്ക്ക് താഴെ നിൽക്കുകയാണെങ്കിലോ? ഒന്ന് പോയി നോക്കാം. ഒരുപക്ഷെ കൃഷ്ണേട്ടനെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ. എന്റെ ഭഗവാനെ, നീ ഒരു കള്ളകൃഷ്ണനാണെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. ഒരുപാട് കൊതിച്ചിട്ടാ കുറച്ച് സമയമുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ആളെ നീ എനിക്ക് കാണിച്ചു തന്നില്ല.
എവിടെയാ അവളിപ്പോ? ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്റെ കൃഷ്ണേട്ട, ഇത്ര നാളും കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതൊന്ന് കാണാൻ എന്റെ അടുത്തില്ലല്ലോ. എവിടെയാ? ഒന്ന് വന്നൂടെ എന്റെ അടുത്തേക്ക്? ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ. വെറുതെ ഒന്ന് കൂവി വിളിച്ചു നോക്കിയാലോ? പേര് കേട്ടാ കൃഷ്ണേട്ടൻ ഓടി വരുമെന്നുള്ളത് ഉറപ്പാ. വരും, ഉറപ്പ്. ഞാൻ വിളിച്ചു നോക്കട്ടെ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.